നമുക്ക് വേറൊരു ഗസ്റ്റ് സ്റ്റാർ കാൻഡിഡേറ്റ് വോട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റക്കല്ലോ, നാട്ടുകാർ മുഴുവൻ എന്റെ കൂടെ ഇല്ലേ? തോന്നല. ഇതിന്റെ ഇടയിൽ 2 മിനിറ്റ് കിട്ടിയപ്പോ അപ്പുറത്തൂടെ പോയി 4 വോട്ട് കിട്ടുമെന്ന് നോക്കാം. ഇല്ല പുള്ളി പറഞ്ഞു ഞാൻ ഭയങ്കര അടിച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തള്ളി മറിക്കണ എന്ത്. കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടിയെ വിമർശിച്ചു. രമേശ് പിഷാരടി പറഞ്ഞു അഖിൽ മാരാർ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അതിന് മറുപടി ഒന്നും പറയണ്ട. അല്ല, 1.5 കൊല്ലം കഴിഞ്ഞു അതേ അഭിപ്രായമാണെങ്കിൽ നമ്മൾ മറുപടി പറഞ്ഞാൽ മതി. അസാധ്യ തഗ്ഗായി പോയില്ലേ? എടാ ഈ നാണക്കേടൊക്കെ സഹിച്ച് നീ ജീവിക്കുന്നതിലും ഭേദം തൂങ്ങിച്ചാവുന്നാടാ. എടാ അമ്മാതിരി കഥ അവന്മാർ അടിച്ചിറക്കിക്കുന്നത്. എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ. അതൊരു തഗ്ഗൊന്നുമല്ല. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് പുള്ളിക്ക് ഇപ്പം ഭയങ്കര പേടിയായി തുടങ്ങി. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. അഖിൽ മാരാർ എപ്പോഴും അഭിപ്രായം മാറ്റും, ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കില്ല എന്നുള്ളതാണ് അയാൾ പറഞ്ഞതിന്റെ അർത്ഥം. ചിരിച്ചോ മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ അവന്റെ ഒരു തർക്കുത്തരം. കോൺഗ്രസ്സുകാരല്ലേ, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവരല്ലേ അവിടെ മത്സരിക്കേണ്ടത്? രമേശ് പിഷാരടിയോട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 2020 വേണ്ടി പ്രവർത്തിച്ചിട്ടല്ലോ അഖിൽ മാരാർ ഇവിടെ കാൻഡിഡേറ്റ് ആയത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഇവിടെ ജനങ്ങൾ ഏതോ ഒരു ഫ്ലാറ്റിന്റെ കോണിൽ നിന്ന് ഈ നിമിഷവും ഒരു 4-5 പേർ ഇരുന്ന് രാവിലെ ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുന്നു. 4 പേര് സംസാരിക്കുന്നുണ്ട്. അഖിൽ കൊള്ളാമല്ലോ, ആ പയ്യന് നമുക്ക് ഒരു വോട്ട് കൊടുക്കാം. നാട്ടുകാരങ്ങനൊന്നും അല്ല പറയുന്നത്. എന്ത് ക്വാളിറ്റി അവനുള്ളത്, എന്ത് രാഷ്ട്രീയം ഉള്ളത്. എപ്പോഴും അഭിപ്രായം മാറ്റും, ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കില്ല എന്നുള്ളതാണ് അയാൾ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ സ്വന്തം ഇതേ അഭിപ്രായം ആയിരിക്കും. അപ്പൊ ഇതാണ് നിന്റെ കുഴപ്പം. ഒരു തമാശ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴും നിനക്കില്ല. 2020 എനിക്ക് വരെ മറ്റൊരാളുണ്ടെന്നുണ്ടെങ്കിൽ അവര് ഉറപ്പായിട്ട് അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് എനിക്ക് കുഴപ്പമില്ല. അതല്ലേ ഞാൻ കോൺഗ്രസ് വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറയില്ലേട്ടാ. ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. ബ്ലോക്ക് പഞ്ചായത്തില് അന്ന് കോൺഗ്രസ് ആയിരുന്നേ. ഇതാ പറഞ്ഞത്. പണ്ടും ഞാൻ പറഞ്ഞ ആരും ഒന്നും വിശ്വസിക്കില്ല. അല്ല, ഒറ്റയ്ക്ക് മത്സരിച്ചത്, സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. കോൺഗ്രസിന്റെ പഴയ യൂത്ത് കോൺഗ്രസിന്റെ പഴയ ഭാരവാഹികൾ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെ? മോനെ നിനക്ക് എത്ര അപ്പനുണ്ടാ? അല്ല, ഇതായിരുന്നല്ലോ ജീവിതം. ഇവിടെ ആ ജീവിതത്തിൽ നിന്നാലും അങ്ങോട്ട് പോയത്. അവിടെ ജയിക്കാൻ കഴിഞ്ഞത് ഈ ജീവിതം ഉണ്ടായതുകൊണ്ടാണ്. അതെന്റെ വിവരക്കേടുണ്ടാ. പോയി വെള്ളം ചൂടായി നോക്കണോ. അഖിൽ കോട്ടാത്തല മാറി അഖിൽ മാരാറൊക്കെ ആയിട്ട് മറ്റേ എന്താ പറയാ നന്ദഗോപാൽ മാരാർ ഇറങ്ങിയ പോലെ ആക്കിയതാണല്ലേ. മമ്മൂട്ടി നരസിംഹത്തിൽ പറഞ്ഞില്ലേ, മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ അളിയനിപ്പോ കണ്ടകശനിയാ, അത് കൊണ്ടേ പോവും. സ്വയം വരുത്തി വെച്ചല്ലേ. ബിഗ് ബോസിലാകുമ്പോ ഞാൻ അഖിൽ മാരാർക്ക് ഇഷ്ടം പോലെ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ വോട്ട് ചെയ്യില്ല, ഇലക്ഷന് വോട്ട് ചെയ്യില്ല. രാജേന്ദ്രൻ നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നെ വാശി പിടിപ്പിച്ചാലുണ്ടല്ലോ ഞാനൊരു തണ്ടലങ്ങ് കിടക്കും. കൊള്ളാം, പക്ഷെ ഇത്രയും സ്പീഡ് വേണ്ട. ചിലപ്പം ഇതിന്റെ ഇരട്ടി സ്പീഡിൽ തിരിച്ചു വരേണ്ടി വരും.